ഷോക്ക് അബ്സറിന്റെ വർക്കിംഗ് നോക്കി, 2 ഷോക്ക് അബ്സറാണ് ഉള്ളത്, നല്ല വർക്കിംഗ് ആണുള്ളത്. അടിപൊളി അടിപൊളി അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു ഇലക്ട്രിക് ബൈക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അസീബ് എന്ന പയ്യന്, വെറും 16 വയസ്സുള്ള പയ്യനാണ് ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മലപ്പുറക്കാർ പൊളിയാണ്, വേറെ എന്ത് പറയാനുള്ളത്. ഈ ഒരു വണ്ടിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കി. ഈ ഒരു വണ്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഒരു ഗിയർ സിസ്റ്റമാണ്. ഒരുപാട് ഇലക്ട്രിക് ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇറങ്ങിയ ബൈക്കിനൊന്നും ഗിയർ സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതുവരെ ഇറങ്ങിയ വണ്ടിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും അസീബ് തന്നെ ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. കാരണം ഈ ഒരു മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയിൻ പോലത്തെ ഇവിടുന്നാണ് തുടങ്ങിയിട്ട് അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഇതുവരെ ഒരു ബൈക്കിലും കണ്ടിട്ടില്ല. ആ ഒരു രീതിയിലാണ് ഇവൻ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അസീബിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പേര് മുഖ്താർ, വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. അതുപോലെ തന്നെ ഇലക്ട്രിക് സംബന്ധമായ വീഡിയോസും അതുപോലെ തന്നെ പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ, എന്നാൽ പോരി നമ്മൾ പോയിക്കോളാം. അസീബ് ബ്രോ, എന്തൊക്കെയുണ്ട്? സുഖം. എന്തായാലും ഉഷാറില്ലാത്ത മാതിരി ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഉഷാറൊക്കെ വേണ്ടേ? ഇത് മൊത്തത്തില് പാർട്സ് കാര്യങ്ങളൊക്കെ എടുത്തുണ്ടാക്കിയതാണോ? അല്ലല്ല, വണ്ടിന്റെ പാർട്സ് നമ്മള് ചേസ് എടുത്തു, ചേസ് വീല് അതെടുത്തുകൊണ്ട് മൊത്തം നമ്മളതായിട്ടുള്ള ഡിസൈനിലോട്ട് മാറ്റിയെടുത്തത്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ചോദിക്കട്ടെ, ഈ ഒരു ഡിസൈൻ, ഈ ഒരു ടാങ്ക് മുതൽ ഈ ഒരു ഫ്രണ്ട് വരെയുള്ള ഡിസൈൻ ഞാൻ അധികം വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഡിസൈനാണ് അതിൽ കാണിക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ ചെയ്താണോ? സ്വന്തമായിട്ട്. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം എന്താ? ഞാനൊരു അഡ്വഞ്ചർ പ്രേമിയാണ്, അപ്പൊ അഡ്വഞ്ചർ ലുക്ക് ചെയ്താണ്. എന്തായാലും അടിപൊളി. കാരണം വണ്ടി ഒറ്റ ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം 250 വാട്ട്സിന്റെ മോട്ടർ ആയിരിക്കും അല്ലേ? ഇതിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? 22 കിട്ടുന്നത്. 22 കിട്ടുന്നുണ്ടല്ലേ സ്പീഡ്? ഏകദേശം എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? ഒരു 30-40 ആ റേഞ്ചാണ്. 30-40 റേഞ്ച് കിട്ടുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി ഇപ്പോൾ എവിടെ ഉള്ളത്? ബാറ്ററി ടാങ്കിനകത്തായിട്ട്, ഈ ടാങ്കിന്റെ ഉള്ളിലാണ് ബാറ്ററി വെച്ചിട്ടുള്ളത്. അത് ലിഥിയം അയൺ ബാറ്ററി ആണോ? ലിഥിയം ഫോസ്ഫേറ്റ് അല്ല, ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ടാണല്ലോ വെച്ചത്. അപ്പോൾ ഇതിന്റെ മോട്ടോർസ് കാര്യങ്ങൾ, മോട്ടോറൊക്കെ വരുന്നത് ഇവിടാണ്. മോട്ടർ വരുന്നത് ഇവിടാണ്. അതുപോലെ തന്നെ ചെയിൻ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ചെയിൻ ഡ്രൈവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാക്കിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സൈലൻസർ ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ലുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അല്ല, ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കാനുള്ള എന്താണ് ഒരു കൺസെപ്റ്റ്? കാരണം ഏകദേശം 16 വയസ്സായിട്ടുള്ളൂ, വലിയ വയസ്സും കാര്യങ്ങളൊന്നുമില്ല. കാരണം മലപ്പുറത്തുകാരൻ പൊളിയാണെന്നുള്ള വേറെ എന്താ പറയാനുള്ളത്. കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു 15 വയസ്സുകാരനാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 16 വയസ്സുകാരൻ ഒരു ഇലക്ട്രിക് ബൈക്ക്, അതും മലപ്പുറത്ത് തന്നെയാണ്. ഈ ഒരു ഡിസൈനിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്? കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം സ്വന്തമായിട്ട് ഒരു ബൈക്ക് ഇറക്കണം. നമുക്ക് ഈ ലോക്ക്ഡൌണിലാണ് ഇത് ചെയ്യാൻ പറ്റിയത്, ടൈം കിട്ടിയത്. അപ്പോൾ എല്ലാം ചെയ്ത് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന് പഠിച്ച്? ഞാൻ മിനിയേച്ചർ വർക്ക് ചെയ്യലുണ്ട്. മിനിയേച്ചർ വർക്ക് ഓർഡറിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ്. ഈ വലിയ വർക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിപ്പം ഏകദേശം ഇത് ഫുൾ ചാർജ് ആവാൻ എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട്? ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ എടുക്കുന്നുണ്ട്. 3 മണിക്കൂറിൽ ഏകദേശം 40 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വേറെ ഇതിന്റെ പാർട്സ്, വേറെ ഏതെങ്കിലും വണ്ടിന്റെ പാർട്സ് വരുന്നുണ്ടോ? ഇല്ല, ഡിസ്പ്ലേ നമ്മൾ ഇതിനായിട്ട് സെറ്റ് ചെയ്താണ്. കാരണം മീറ്ററിനകത്ത് കീ വരുന്നത് ഈ ഒരു വണ്ടിയുള്ളൂ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വണ്ടിന്റെ അഡീഷണൽ പാർട്സ് ഇതിലേക്ക് വെച്ചിട്ടുണ്ടോ? അഡീഷണൽ ആയിട്ട് ഇല്ലല്ലോ. എല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ്സിൽ വരുന്ന സാധനങ്ങൾ, മിറർ, ഇൻഡിക്കേറ്റർ, അങ്ങനെയൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇതിപ്പോ ഇത് ഏത് വണ്ടിന്റെ ടയർ കാര്യങ്ങളാണ് വരുന്നത്? അപ്പാച്ചിന്റെ ടയറാണ്. അപ്പാച്ചിന്റെ ടയറാണ്. ഏകദേശം എത്ര ഗിയർ സിസ്റ്റം വരുന്നുണ്ട് ഇതില്? ഇത് 5 സ്പീഡാണ്. 5 സ്പീഡ്. അതായത് ഓരോ 5 ഗിയർ, ഓരോ ഗിയറിനും അനുസരിച്ചിട്ട് സ്പീഡിൽ മാറ്റം വരുന്നുണ്ട്. മാറ്റമുണ്ട്. എങ്ങനെ ഫസ്റ്റ് ഗിയറിൽ എത്ര? ഫസ്റ്റ് ഗിയർ ടോർക്ക് കൂടുതലായിരിക്കും, കുറച്ചുകൂടി ടോർക്ക് കുറയും. ഓക്കെ. അത് ടോപ്പില് സ്പീഡ് കൂടും അല്ലേ? ഫസ്റ്റ് സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് ഏകദേശം 10, 20, 22 ആ ഒരു സ്പീഡാണ് വരുന്നത്. കാരണം എന്തായാലും MVDന്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കാനില്ല. 250 വാട്ട്സിന്റെ മോട്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പീഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 25 പറയുന്നത്, പക്ഷേ ഒരു 21, 22 ആ ഒരു റേഞ്ചാണ് കിട്ടുന്നത്. സ്വന്തം ആവശ്യത്തിന് ഇങ്ങനെ പോയി വരുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ബാറ്ററിന്റെ റേഞ്ചിൽ മാറ്റം വരുത്താൻ ചിന്തിക്കുന്നുണ്ടോ? മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിലേറെ പവർ ഇത് കിട്ടും.
പ്ലാനിങ് ഉണ്ട്. ഒരു എക്സ്ട്രാ ബാറ്ററി വെച്ച് നമുക്കൊരു ലോങ് ട്രിപ്പ്, ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചാൽ ട്രിപ്പ് അടിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. അപ്പൊ ഇത് കുത്തനുള്ള കയറ്റൊക്കെ കയറൂലേ? അത് കയറും. ചെക്ക് ചെയ്തിരുന്നോ? ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1-2 ആൾക്കാരെ വെച്ചിട്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തിരുന്നോ? അപ്പം കയറ്റത്തിന്റെ കയറ്റം കയറും. പക്ഷേ ഷോക്ക് ആബ്സർ 2 ഷോക്ക് ആബ്സർ വരുന്നുണ്ടല്ലേ? കാരണം ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാൾ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ഇതാവുന്നുണ്ട്. നല്ല വർക്കിംഗ് ആട്ടോ ഷോക്ക് ആബ്സർ കാര്യങ്ങളൊക്കെ. ആക്ഷനൊക്കെ അത്യാവശ്യം ഉണ്ട്. ഏകദേശം ഇത് എത്ര കോസ്റ്റ് ആയി ഈ ഒരു വണ്ടിക്ക്? ഇതൊരു 70,000 രൂപ കോസ്റ്റ് ആയി. അതായത് ഫുൾ ബാറ്റ്, ഇതിന്റെ പാർട്സ് എല്ലാം കൂടി 70,000 രൂപ കോസ്റ്റ് ആയി. ഈ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആരെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? അതെ, വർക്ക് ഓർഡർ തന്നിട്ടുണ്ട്. ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ വണ്ടിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അടിപൊളി. അപ്പം ഒരുപാട് വണ്ടി ഇനി അസീബിന്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ അസീബ് തന്നെ സംസാരിക്കും. ഇതൊരു അഡ്വഞ്ചർ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അഡ്വഞ്ചർ ഇതിനിപ്പോൾ ഹാൻഡിൽ ബാർ, റേസ് ഹാൻഡിൽ ബാറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഹാൻഡിൽ ഗാർഡ് ഇത് മൊത്തം നമ്മൾ മെറ്റലിൽ ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മളിത് എന്തായാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ പോവാണ്. സാധാരണ തന്നെ നമ്മളൊരു ചാവി തിരിച്ച് ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യും. ഏകദേശം 5 ഗിയറാണ് വരുന്നത്. പക്ഷെ വണ്ടി കയറി തന്നെ നോക്കി നിങ്ങൾ ഷോക്ക് ആബ്സറിൻ്റെ വർക്കിംഗ് നോക്കി. 2 ഷോക്ക് ആബ്സറാണുള്ളത്. നല്ല വർക്കിംഗ് ആണുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഏകദേശം 10-20-22 ഗിയർ ഇതാണ് സ്പീഡാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓട്ടെ, എന്തൊരു സൗണ്ട് വരുന്നത് അസിബേ? അത് ചെയിൻ ഡ്രൈവിൻ്റെ സൗണ്ടാണ്. ചെയിൻ ഡ്രൈവിൻ്റെ സൗണ്ടല്ലേ? എന്തായാലും സ്വന്തം ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പം ആ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് വണ്ടി വരുന്ന വേഗം മനസ്സിലാവും. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കാം. ഗിയർ അങ്ങോട്ടാ മാറ്റത്? സ്പീഡിലോട്ടല്ല അങ്ങോട്ടാ? മേൽക്ക് മുകളിലോട്ടാ? ഓടിക്കൊണ്ട് മുമ്പേ പറ്റുള്ളൂ. വണ്ടി ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പീഡ് ഒന്നും കൂടി കൂടുന്നുണ്ട്. ഞാൻ വണ്ടി ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ സ്പീഡിൽ പോകും. കാരണം മലപ്പുറത്തുകാരൻ ഏകദേശം 16 വയസ്സുള്ള ഒരു ചെക്കനാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും അടിപൊളിയാണ്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അടിപൊളിയാണ്. ഓ, അടിപൊളി 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 വണ്ടി, ഒന്നും പറയാനില്ല. അപ്പം എന്തായാലും വണ്ടി ഓടിച്ചപ്പോൾ അടിപൊളി, ഒന്നും പറയാനില്ല. മലപ്പുറത്തുകാരൻ പൊളിയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ മാതിരി തന്നെ ഏകദേശം ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്പീഡ് കൂടുന്നുണ്ട്. അസീബ് ബ്രോ, ഏകദേശം അടുത്ത വണ്ടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടല്ലേ? ഏകദേശം 16 വയസ്സായിട്ടുള്ളൂ. ഒരു നമ്മളെ ഇന്ത്യത്തെ ഭാവി ശാസ്ത്രജ്ഞനാവാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ. നമ്മളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ഒരുപാട് ഇനിയും അടുത്ത വണ്ടി ഇതിനെക്കാട്ടി ഒന്നും കൂടി ഉഷാറാക്കി ഉണ്ടാക്കുക. ഇത് ഉഷാറല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ആ പ്രേക്ഷകർക്ക് തോന്നുന്നത് ഉഷാറല്ല. എന്തായാലും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് കണ്ടതിന് സന്തോഷമുണ്ട്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസീബിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസീബിൻ്റെ ചാനലുണ്ട്. ചാനലിൻ്റെ പേരെന്തായിരുന്നു? HR ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. മാക്സിമം എല്ലാവരും ആ ഒരു ചാനലിൽ കയറിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്.